ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 2020 ഞാൻ പാർവതി. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 വിഷയം നമ്മുടെ സ്റ്റാർ ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ നമ്മുടെ സ്റ്റാറിന്റെ വിഷയത്തോടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ സ്റ്റാർ തട്ടിപ്പറിച്ചു വാങ്ങുന്ന അതിനിടയിലുള്ള ഇത് നോമിനേഷൻ, പിന്നെ നമ്മുടെ രേണാസുന കാരണം ഉണ്ടായ നാടകീയമായ രംഗങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയങ്ങൾ. അപ്പോൾ നമുക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഈ സ്റ്റാർ ഉണ്ടല്ലോ, ഈ സ്റ്റാർ തട്ടിപ്പറിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ഷാനവാസിന്റെ പുറകില് അക്ബർ കൂടിയേക്കുവാണ്. വാ നമുക്ക് ഉറങ്ങാം കുണുവാവയാണ്, എനിക്ക് പാട്ട് പാടിത്താ ഉറങ്ങാം. ഉദ്ദേശം എന്നാ, ഈ സ്റ്റാർ തട്ടിപ്പറിക്കണം. അപ്പം ഷാനവാസിന്റെ പുറകിൽ ഇങ്ങനെ കൂടിയേക്കുവാണ്. പിന്നെ അത് അനീഷ് വന്നിട്ട് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അനീഷിന്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് ഇത് ഒനിയൻ സാബുവിന്റെ കയ്യിൽ നമ്മുടെ ഷാനവാസ് കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ ഒനിയൻ ഇതെന്താടപ്പേ, ഇതെന്താ ഈ സംഭവം, ഇതെന്താണ്, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന പോലെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അപ്പോഴത്തേക്ക് വേറൊരു സംഭവം എന്ന് വെച്ചാൽ, അപ്പോഴത്തേക്ക് ഇത് ഒനിയൻ സാബുവിന്റെ കൈ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ അനീഷ് പിണങ്ങി പോകുന്നുണ്ട്. ഞാൻ ഈ കളിക്കില്ല, അയ്യേ ഈ ചീപ്പ് കളിക്ക് ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനീഷ് അണ്ണൻ പിണങ്ങി പോവുകയാണ് ഗൈസ്. അങ്ങനെ അത് അവിടുന്ന് പോയി ഒനിയൻ അത് അവിടുന്ന് പിന്നെ ഒനിയന്റെ കയ്യിൽ നിന്ന് അത് അക്ബർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ അക്ബറിന്റെ കയ്യിൽ ഇരിക്കുമ്പോഴത്തേക്കോ അവിടെ എല്ലാരും കൂടെ, പെണ്ണുങ്ങളെല്ലാം കൂടെ അക്ബറിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വരുന്നു. അപ്പൊ പെണ്ണുങ്ങളെല്ലാം നന്നായിട്ട് ഇതിനകത്ത് ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേക്കപ്പ് സെറ്റുകൾ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നുള്ള ടെൻഷനാണ്. ആണുങ്ങൾക്ക് കുഴപ്പമില്ല, അവർക്ക് മേക്കപ്പ് ഒന്നും പൊതുവെ ഇല്ലല്ലോ. പക്ഷെ പെണ്ണുങ്ങളാണല്ലോ പുട്ടിയും പെയിന്റും ഒക്കെ അടിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. അപ്പൊ ഇതിങ്ങളുടെ എല്ലാ സാധനങ്ങളും ബാഗിനകത്ത് വെച്ച് പൂട്ടിയേക്കോ. ഈ ബാഗ് കിട്ടിയാൽ നാളെ 10 മനുഷ്യരുടെ മുന്നിലിട്ട് നല്ല കൊലത്തെ ഇറങ്ങാൻ പറ്റുള്ളൂ. അത് കാരണം മാക്സിമം നമ്മുടെ പെൺപടയെല്ലാം കൂടെ നന്നായിട്ട് ഗെയിമിനകത്ത് വരുന്നുണ്ട്. കാരണം ഇതവർ ആവശ്യമാണ്. ഇത് കിട്ടിയാലേ നാളെ 10 പേരുടെ മുന്നിൽ ഇറങ്ങുള്ളൂ. ഇല്ലെങ്കിൽ ഇത്ര നാൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളെ ഇപ്പൊ ഇത്രയും ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നാട്ടുകാർ അയ്യേ ഇതെന്തൊരു കോലം എന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ അപ്പോഴാണ് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ്, ഇടയിടെ ബുദ്ധിയില്ലാത്ത കിഴങ്ങുകളെ നിർത്ത്, മതി, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്ന വരെ ഇത് തട്ടിപ്പറിക്കൊന്നും വേണ്ട. ഇതിപ്പോ ആരുടെ കയ്യിലിരിക്കുന്നു അവരുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, പോയി കിടന്ന് ഉറങ്ങ്, മതി, നിർത്ത്. അപ്പൊ ബിഗ് ബോസിന് മനസ്സിലായി എല്ലാം കിഴങ്ങ് വർഗ്ഗങ്ങളാണെന്ന് മനസ്സിലായി. അപ്പൊ അതങ്ങനെ അവിടെ അവസാനിക്കുന്നു ഗൈസ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് നമ്മുടെ അടുത്ത ഡേ ആണ്. നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ സോങ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബിഗ് ബോസിന്റെ സോങ് ഒക്കെയാണ് വരുന്നത്. അങ്ങനെ ആ സോങ് ഒക്കെ പാടി ബിഗ് ബോസ് വരുന്നുണ്ട്. സോങ് എല്ലാം കഴിഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് വരുന്നു. അപ്പൊ ഗൈസ് അങ്ങനെ നേരെ എല്ലാം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ്മെന്റ്. ഹലോ ശ്രദ്ധിക്കുക, ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരികയാണ്. അപ്പൊ എല്ലാവരും ഓടിച്ച് നമ്മൾ ഇരിക്കുന്നു. അപ്പൊ പറഞ്ഞിരുന്നു, നിങ്ങൾ നിയമം ലംഘിച്ചിരിക്കുന്നു, ബിഗ് ബോസിൽ നിയമം ലംഘിച്ചിരിക്കുന്നു. അതെ ഗൈസ്, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് പ്രൊമോഷന്റെ ഭാഗമായിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കിങ് സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പെൺപടകയ്ക്കാണെങ്കിൽ ഒരുങ്ങാൻ ഒരു ഇതുമില്ല. അപ്പോഴാണ് അവിടെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ഇരിക്കുന്നത് കണ്ടത്. ഇതുങ്ങൾ എന്നെ എടുക്കുക, ലിപ്സ്റ്റിക് പോട്ടെ പുല്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ കിട്ടിയതല്ല കൂടെ വാരി തേച്ചു. അത്രയും കാണണ്ടേ. ബാക്കി പുട്ടിയമ്മയ്ക്ക് ഒരു 1.5 കിലോ പുട്ടി ഇടുന്ന വർഗ്ഗങ്ങളാണ് ലിപ്സ്റ്റിക്കും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം അത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വെച്ചതായതുകൊണ്ട് അത് അവിടുത്തെ നിയമലംഘനമായി. ഉടനെ നമ്മുടെ സൈത്യ സന്തോഷ് അഡ്വക്കേറ്റ് നല്ല ഞാൻ ഒന്നിനുമില്ല ബിഗ് ബോസ് എന്നൊക്കെ പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണാളിനും കൂടെ വന്നാൽ ലിപ്സ്റ്റിക് തേച്ച് കേട്ടോ. നിവിൻ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്ന് കുറച്ച് വാരി എനിക്കും കൂടെ ചാടി ഇരിക്കട്ടെ, എന്റെയും കൂടെ കുറച്ച് ചുമന്നിരിക്കട്ടെ എന്ന് കരുതി അവനും കുറച്ചെടുത്ത് വാരി തേച്ചായിരുന്നു. അപ്പൊ പിറ്റോ ഈ സൈത്യ സന്തോഷ് വന്നിട്ട് എഴുന്നേറ്റ് പറയാണ്, ബിഗ് ബോസ് ഞാനാണ് അഡ്വക്കേറ്റ്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് ഗൈസ് നിങ്ങൾ ആരും എടുക്കരുത്. എന്നിട്ട് എന്നാ പറ്റി, എന്നിട്ട് ആ വാരി തേച്ചവരുടെ കൂട്ടത്തിൽ അഡ്വക്കേറ്റ് നമ്മുടെ സൈത്യയും ഉണ്ട്. എന്നിട്ടാണ് ഈ വന്ന് കൊണയടിക്കുന്നത്. ഓക്കെ, ബിഗ് ബോസ് എന്നാ പറഞ്ഞു, മനസ്സിലായി. എന്നിട്ട് എന്തുകൊണ്ട് സൈത്യ നിങ്ങളും തേച്ചില്ലേ എന്ന് വലിയ ആളാകാൻ നോക്കിയതാണ്. അല്ലെങ്കിൽ പിന്നെ തേക്കാതിരുന്നിട്ട് വീരപാത വഹിക്കുന്നതിന് വലിയ കാര്യം ഉണ്ടായിരുന്നു. ഇത് അവരുടെ കൂടെ എല്ലാം എടുത്ത് തേച്ചും കഴിഞ്ഞിട്ട് തേച്ചു മെഴുകാൻ വേണ്ടി വന്ന് നിൽക്കുന്നു. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷമാണ് നെക്സ്റ്റ് അനൗൺസ്മെന്റ് വരുന്നത്. നെക്സ്റ്റ് അനൗൺസ്മെന്റ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോയ്സ് ഇപ്പം ആരുടെ കയ്യിലാണ് സ്റ്റാർ ഇരിക്കുന്നത്? അപ്പൊ സ്റ്റാർ ഇരിക്കുന്നവരെല്ലാം എഴുന്നേറ്റിരിക്കുന്നു. അപ്പം ഇപ്പം സ്റ്റാർ നിലവിലിരിക്കുന്നത് പിന്നെ ആര്യൻ, പിന്നെ അദില നൂറയിലെ ആ ഒരു ലെസ്ബിയൻ കപ്പിൾസിലെ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള വസ്തുക്കളുണ്ടല്ലോ, ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടി തീരുമാനമാണ്. അവർ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പക്ഷെ മറ്റവർക്ക് മൂന്നിനും കിട്ടാം. അപ്പം ഷാനവാസിനകത്ത് പടുവാഴയാണ്, ശരിക്കും കളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ
മറ്റേ കൊച്ച് ഇത് കയ്യിൽ നിന്ന് പോകാതെ ഇരിക്കാൻ വേണ്ടി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് വരുന്നത്. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇതിരിപ്പുണ്ട്, ഈ ഷേവിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തെ ക്രീം നല്ല പതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആ പത എടുത്തിട്ട് ആരാണോ ഈ കൂട്ടത്തിൽ ഒട്ടും ക്യാപ്റ്റൻ ആകാൻ യോഗ്യത ഇല്ലാത്തവര് അവരുടെ മുഖത്ത് കൊണ്ടു തേക്കണം. ശരിക്കും ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ഇതിനകത്ത് കളിച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് നമ്മുടെ അനീഷ് എല്ലാവരും ചൊറിഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പം ബിഗ് ബോസിന് അറിയാം ഈ അനീഷ് വന്നപ്പോ തൊട്ട് കയറിയപ്പോ തൊട്ട് ഫസ്റ്റ് അനിമോളെ ചൊറിഞ്ഞു, അങ്ങനെ വരുന്നവരെല്ലാം ചൊറിഞ്ഞ് മാറ്റി പൊളിക്കുവാണ്. അപ്പൊ എല്ലാവരും ഈ അനീഷിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അനീഷ് ക്യാപ്റ്റൻ ആവും. ഇന്ന് ബിഗ് ബോസ് നല്ല ബോധമുണ്ട്, പക്ഷെ അതിനകത്ത് നിൽക്കുന്ന മൊണ്ണകൾക്ക് ഒരു ബോധവും ഇല്ല. അപ്പം ഓൾമോസ്റ്റ് ഒട്ടുമിക്കലും അനീഷിനെതിരെ അനീഷിന്റെ മുഖത്ത് കൊണ്ട് അതെല്ലാം കൂടെ തേക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്, ഒരു സംശയമില്ല, അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഈ ടാസ്ക് കൊടുത്തത്. അങ്ങനെ അപ്പൊ ഇതുങ്ങളാണെങ്കിൽ അതൊട്ട് ശ്രദ്ധിച്ചില്ല. അന്നേരം പറഞ്ഞു ഈ കൂട്ടത്തിൽ ഒട്ടും ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ലാത്തവരുടെ മുഖത്ത് നിങ്ങൾ ഈ ഫോം കൊണ്ട് തേക്കണം. ഓക്കെ, എല്ലാവർക്കും സന്തോഷം. അങ്ങനെ ഓരോരുത്തർ ഈ ഇത് കൊണ്ട് തേക്കുകയാണ്. ആദ്യമേ അനീഷ് വന്നിട്ട് ഷാരിയയ്ക്ക് തന്നെ തേക്കുന്നു. അനീഷ് ഷാരികയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷാരികയ്ക്ക് തേച്ചിട്ട് റീസൺ പറയുന്നു, ഷാരിക ഇന്റർവ്യൂ വെളിയിലുള്ള കാര്യമാണ് പറയുന്നത്. ഇന്റർവ്യൂ വളരെ ഫേക്ക് ആണ്, നാടകീയമാണ്, പ്ലാൻഡ് ആണ്, അങ്ങനെ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തേച്ച് വെക്കുന്നു. പിന്നെ അടുത്തത് രേണു അപ്പാനി ശരത്തിനെയും പിന്നെ തക്രാനിന്റെ മുഖത്ത് തേക്കുന്നു. പിന്നെ നമ്മുടെ അനീഷിന്റെ മുഖത്ത് എന്തോത്ത് പറയണ്ടല്ലോ. അപ്പം കിട്ടിയവരെല്ലാം അവസരങ്ങളെല്ലാം മുതലെടുത്ത് അനീഷിന് ഒരു 5-8 വോട്ട് കിട്ടുന്നു. അതായത് അനീഷിന്റെ നോറ, അനുവ്, പിന്നെ അപ്പാനി മുൻഷി, രഞ്ജിത്ത്, ഒനിയൽ സാബു, നെവിൻ, ബിൻസി, ഷാരിക, അതില, നോറ ഇവരെല്ലാം അനീഷിന്റെ മുഖത്താണ് തേക്കുന്നത്. പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓരോരുത്തർ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചു കേട്ടോ. അപ്പൊ എന്നാണെങ്കിലും അനീഷിനാണ് ഏറ്റവും കൂടുതൽ 5-8 പേരാണ് അനീഷിന്റെ മുഖത്ത് കൊണ്ട് ഈ പാത്ത കൊണ്ട് തേച്ചേക്കുന്നത്. പിന്നെ അങ്ങനെ അടുത്ത അനൗൺസ്മെന്റ് വരികയാണ് ബിഗ് ബോസിന്റെ. എല്ലാവരും ശ്രദ്ധിക്കുക, ബിഗ് ബോസിന്റെ അടുത്ത അനൗൺസ്മെന്റ് വന്നു. അടുത്ത അനൗൺസ്മെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് ഇതുവരെ പതകൾ ഫോം വരാത്തവര് കൈവക്കുക. അപ്പം ഞങ്ങളുടെ മുഖത്തൊന്നും വന്നിട്ടില്ല, കുറച്ച് മാന്യന്മാര് എഴുന്നേറ്റ് നിൽക്കുന്നു. ശരി, നല്ലത്. അടുത്ത അനൗൺസ്മെന്റ് ഇവരെല്ലാം ചങ്കിയെ കുത്തിക്കൊണ്ട് അടുത്ത അനൗൺസ്മെന്റ് ബിഗ് ബോസിന്റെ വന്നേക്കാണ്. ഏറ്റവും കൂടുതൽ ഫോം കിട്ടിയിരിക്കുന്നത് ഏറ്റുവാങ്ങിയിരിക്കുന്നത് നമ്മുടെ അനീഷ് തറയിൽ എന്നുണ്ട്. അനീഷ് തറയിൽ ഈ ബിഗ് ബോസ് സീസൺ 7 ഹൗസിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ആയേക്കാണ്. അവരെല്ലാം ചങ്ക് തകർന്നു പോയി ഗൈസ്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ നോമിനേഷനിൽ വരുന്നില്ല. അതൊന്ന് നോമിനേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ അനീഷ് ക്യാപ്റ്റനായിട്ട് വന്നില്ലെങ്കിൽ അനീഷ് വന്നിട്ട് കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അനീഷ് ഇതിനകത്ത് നോമിനേഷനിൽ വന്നില്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് വന്നില്ലെങ്കിൽ ഇത് നോമിനേഷൻ പോകും. അപ്പൊ ഈ തുടങ്ങിയതേ ഉള്ളതുകൊണ്ട് ഈ ഓഡിയൻസിന്റെ അടുത്തും നമുക്ക് ചെറിയ ചോറിച്ചിലുണ്ട്. അപ്പൊ ഈ മിക്കവാറും ഓഡിയൻസ് പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാനും എല്ലാവരും അനീഷിനെ തന്നെ നോമിനേറ്റ്. ഇപ്പം ഈ പറഞ്ഞവർക്ക് എല്ലാ അനീഷിനെതിരെ നോമിനേഷന് വരാൻ ചാൻസ് അല്ല, നോമിനേഷൻ പേര് വിളിച്ച് പറയേണ്ടതാണ്. അപ്പൊ ക്യാപ്റ്റൻ ആയാൽ അതിൽ നിന്ന് ഒഴിവാക്കും. അത്യാവശ്യം കണ്ടന്റും കൊടുക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസിന് അനീഷിനെ ആവശ്യമുണ്ട്. ആദ്യ ദിവസം തന്നെ കളിച്ചു തുടങ്ങിയ വ്യക്തിയാണ് അനീഷിൽ നിന്ന് നമ്മുടെ രഞ്ജിത്ത് സാറിന്റെ അതേ പ്ലേ ആണ് ഇവിടെ എടുക്കുന്നത്. നമുക്ക് കണ്ടപ്പോഴേ രണ്ടാമത്തെ ഡേ നമുക്ക് മനസ്സിലായിരുന്നു. കാരണം എല്ലാവരും പ്രവോക്ക് ചെയ്യാണ്, ചൊറിഞ്ഞ് പ്രവോക്ക് ചെയ്യാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഇങ്ങനെ അങ്ങോട്ട് പോയി വള്ളി പിടിച്ച് അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ 2-3 വർഷം സർക്കാർ ജോലിക്ക് പോലും പോകാണ്ട് ലീവ് എടുത്ത് ഇതിനകത്ത് ശരിക്കും മനുഷ്യരെ ഓരോ ദിവസവും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഈ 2-3 വർഷവും ഈ ലീവ് എടുത്ത് ശരിക്കും നമ്മൾ ഓർക്കും ഇങ്ങനെ തന്നെ വട്ടാണോ ഈ ബിഗ് ബോസ് കയറാൻ വേണ്ടി ഇത്രയും ഓരോ ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ആയിരുന്നു. അപ്പൊ ഈ ഗെയിമിനകത്ത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെയെല്ലാം അരച്ച് കലക്കി കുടിച്ച് പഠിച്ചിട്ട് കളിക്കാൻ വേണ്ടി തന്നെ കളി അറിഞ്ഞു വന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ് അനീഷ്. അപ്പം അങ്ങനെ അനീഷ് ക്യാപ്റ്റൻ ആവും. പിന്നെ പണിപ്പുരയില് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ സാധനങ്ങളുണ്ട്, പണിപ്പുര ഇരിക്കുന്ന ഓരോരോ സാധനങ്ങൾ, ആ സാധനങ്ങൾ എടുക്കണമെങ്കിൽ നമ്മുടെ ലക്ഷറി ടാസ്ക് ഒക്കെ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് ഒരാൾക്ക് കയറുന്ന വ്യക്തികൾക്ക് നിശ്ചിത ടൈം ഉണ്ട്. ആ ടൈമിനുള്ളിൽ ലക്ഷറി ഇത് ഒന്നല്ലെങ്കിൽ അവരവരുടെ സാധനങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധനം എടുക്കാം. നിശ്ചിത ടൈമിനുള്ളിൽ എടുക്കണം. ആ നിശ്ചിത ടൈം കഴിഞ്ഞാൽ എടുത്ത സാധനങ്ങൾ തിരിച്ചു വെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ തുടങ്ങി ഒരു 10-14 റൂൾസ് വരുന്നുണ്ട്. അത് നമ്മുടെ അനീഷകനാണ് വായിക്കുന്നത്. അപ്പം പിന്നെ ഇനി 3 കളറിലാണ് ബോക്സസ് വെച്ചിരിക്കുന്നത്. പിങ്ക്, ഗ്രീന്,
പിന്നെ ബ്രൗൺ എന്നീ കളറിലാണ് വെച്ചേക്കുന്നത്. അതായത് പിങ്കിനകത്തുള്ളത് ഫുഡ് ഐറ്റംസ് ആണ്, ഗ്രീനകത്ത് നമ്മുടെ മേക്കപ്പ് സെറ്റ്, മറ്റേ സാധനങ്ങൾ, ഒരുങ്ങാനും ചീപ്പ്, കണ്ണാടി, പൊട്ട്, പൗഡർ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ബ്രൗണിനകത്തുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സുകളാണ്. ഒന്നല്ലെങ്കിൽ ഈ പണിപ്പുരയിലോട്ട് കയറുന്ന ആൾക്ക് ഒന്നല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്വന്തം സാധനങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കാം. അഥവാ സ്വന്തം സാധനങ്ങൾ എടുക്കുന്നെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ ബാസ്ക്കറ്റ് ഉണ്ട്, അതിനകത്ത് കൊണ്ടുവരണം. മറ്റുള്ളവരുടെ സാധനം എടുക്കുന്നെങ്കിൽ അതൊരു ജനറൽ ബാസ്ക്കറ്റ് ഉണ്ട്, അതിനകത്തൊക്കെ കൊണ്ടുവരണം എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പണിപ്പുര, അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഏഴിന്റെ പണി തന്നെയാണ്. ഇല്ലെങ്കിൽ ഈ സംഭവം നമുക്ക് കളിച്ച് ജയിച്ചില്ലെങ്കിൽ ഇത് ഈ നൈറ്റ് ഡ്രസ്സും കുന്തോ ഇട്ടുകൊണ്ട് നടക്കും. പിന്നെ നമ്മുടെ തക്കാന് മാത്രം അതാണ്ട് സ്പെഷ്യൽ ഡ്രസ്സൊക്കെ കൊടുക്കും. കാരണം ആ തക്കാന്റെ ഇൻസ്റ്റയിലും മറ്റുമൊക്കെ നമ്മൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായത് ഇപ്പൊ ഇടുന്ന ഡ്രസ്സൊക്കെ വളരെ മാന്യമാണ്. അതുകൊണ്ട് ഈ ആപ്പ് ഇപ്പൊ പരിപാടിയൊന്നും തക്രാന്റെ ഇടയിൽ നടക്കത്തില്ല. ഈ അവർക്ക് സ്വിമ്മിങ് സൂട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം അവർക്ക് കൊടുക്കാൻ. അല്ലാതെ അവർ ഈ നൈറ്റ് ഡ്രസ്സും കുന്തവും കുറച്ചൊന്നും അവരിടെന്ന് പ്രതീക്ഷിക്കുക വേണ്ട. അതിനനുസരിച്ച് തന്നെ ഒരു മറ്റുള്ളവർക്കൊക്കെ നൈറ്റ് ഡ്രസ്സ് കൊടുക്കുമ്പോഴത്തേക്ക് തക്കാനും കൊടുത്തേക്കുന്നത് അത്ര ഒരു ഇതാണ്. അതൊരുമാതിരി പണിയൊക്കെയാണ്. ബിഗ് ബോസ് അണ്ണാ ഇതൊക്കെ എന്താണ് ബിഗ് ബോസോ? ഓക്കെ നടക്കട്ടെ, നമ്മളൊന്നും ഇല്ലേപ്പാ, ഒന്നും പറയുന്നില്ല. പിന്നെ അനീഷ് അണ്ണന്റെ അടുത്ത ചൊറിച്ചിൽ എന്നെ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല, എന്നെ ഞാൻ ക്യാപ്റ്റൻ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്ട് ഒക്കെ ചോദിച്ചു വാങ്ങും. എന്റെ ഇവിടെ ഒന്നും റെസ്പെക്ട് ഒന്നും കിട്ടത്തില്ല. നീയൊക്കെ 24 മണിക്കൂറും ചൊറിഞ്ഞ് നിൽക്കുമ്പോൾ നിനക്കൊക്കെ എന്നാ കുന്തം എടുത്തിട്ട് തരാനാണ് റെസ്പെക്ട്? ആട്ടും തുപ്പും കിട്ടാതിരുന്ന ഭാഗ്യം. റെസ്പെക്ട് പോയിട്ട് ആരെങ്കിലും തല്ല് വാങ്ങാതിരുന്നാൽ മതി. ലാസ്റ്റ് തല്ല് വാങ്ങിച്ചുകൊണ്ട് പിന്നെ മോങ്ങിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതെനിക്ക് റെസ്പെക്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വരുന്നത് അവരെ മാക്സിമം പ്രവോക്ക് ചെയ്യാണ് ഇവർ. അതായത് അനീഷിന്റെ ഗെയിമാണ്. അനീഷിലോട്ട് എല്ലാവരും ഫോക്കസ് വരണം. അനീഷിന്റെ കണ്ടന്റിലാണ് ഇവരെല്ലാം കളിക്കുന്നത്. ഈ അനീഷിന്റെ പ്രൊവോക്ക് ഇവർ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നമുള്ളൂ. ചെറിയ പ്രൊവോക്കാണ് ചെയ്യുന്നത്, ചെറിയ വിഷയങ്ങൾക്ക്. പക്ഷെ ഇതിനകത്ത് കയറി പിരിക്കാണ്. അപ്പൊ ഇതിനകത്ത് ബുദ്ധിയില്ല, കളിക്കുന്നവർക്ക് ബുദ്ധിയില്ല. അപ്പൊ ഈ അനീഷിന്റെ ഈ പ്രശ്നത്തിന്റെ കൂടെ ഇങ്ങനെ കയറി അനീഷ് ഇങ്ങനെ ഓരോരോ ചൂണ്ട ഇട്ടിട്ട് കൊടുക്കും, ഓരോരോ പ്രൊവോക്കിംഗ് വിഷയം ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കും. അതിനകത്ത് ഇതുങ്ങൾ വന്ന് ഇങ്ങനെ കൊത്തുവാണ്, ഓരോരുത്തർ കൊത്തുവാണ്. എന്നിട്ട് ഞാൻ അനീഷ് എന്നിട്ട് എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുള്ള രീതിക്ക് വരാനുള്ള ശ്രമമാണ്. ഇങ്ങനെ ഒരു 10 ദിവസം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയൻസ് എല്ലാം അനീഷിന്റെ കൂടെ തന്നെ നിൽക്കും ഉറപ്പാണ്. കാരണം ബാക്കി എല്ലാവരും കിടന്ന് ചറ കാക്കക്കൂട്ടി കല്ലിട്ട പോലെ കിടന്ന് അലക്കലുമാണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രഷർക്ക് തന്നെ ദേഷ്യം വരും. ഇതെന്താണ് വിഷയം എന്നുള്ളത് നമുക്ക് തന്നെ അരിശം വന്നിട്ട് ഓട്ടോമാറ്റിക്കലി പ്രഷർ എല്ലാം അനീഷിന്റെ കൂടെ പോകും. അപ്പൊ അങ്ങേര് നന്നായിട്ട് ഈ 3-4 വർഷം അങ്ങേര് ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നത് സമം കളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇങ്ങനെ ഇതിനകത്തോട്ട് കെട്ടിയെടുത്തതും. അപ്പം ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളതിനും ബുദ്ധിയില്ല. അയാൾ എന്തെങ്കിലും പറയണമെങ്കിൽ അത് വിട്ട് കളയണമെങ്കിൽ അത് അവിടെ പോകും. പക്ഷെ അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ആവത്തില്ല. പക്ഷെ ഇതങ്ങനെയല്ല. അനീഷ് ഒരു വിഷയം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാം ചാടി മറിയാ എന്ന് പറഞ്ഞിട്ട് ആകെ പടം ബഹളമാക്കുവാണ്. അങ്ങനെ അനീഷ് അവിടെ സ്കോർ ചെയ്ത് വരുവാണ്. എന്ന് പറഞ്ഞാൽ നോമിനേഷൻ പ്രോസസ് ആണ്. അപ്പം അനു വന്നിട്ട് നമ്മുടെ തക്കാനയിലും മുൻഷിരഞ്ജിത്തിനേലും ഒക്കെ ഇത് ചെയ്യുന്നു. എല്ലാവരും സിമ്പിൾ നിസ്സാരമുള്ള കാര്യങ്ങൾക്കാണ് ഈ നോമിനേഷൻ ഒക്കെ കൊടുക്കുന്നത്. പിന്നെ ആര്യം വന്നിട്ട് സൈറ്റയിലും നെവിനയിലും നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ സരിക ഒനിയൻ സാബുവിനെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ ആര്യനെ ചെയ്യുന്നു. ആര്യനെ ചെയ്തപ്പോഴത്തേക്ക് സെക്ഷനൊക്കെ മാറും. ഇവിടെ സ്ത്രീപീഡനമാവും കേട്ടോ. മിക്കവാറും ബിഗ് ബോസിനകത്ത് ഒരു സ്ത്രീപീഡനം തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. കേസും വക്കണത്തും ഒക്കെ വരാതിരുന്നാൽ മതി. നമ്മുടെ സ്റ്റാർ തട്ടിപ്പറിക്കാണ്ട് പോയത് ചുമ്മാ ആര്യന്റെ കയ്യിൽ നിന്ന് ആരും സ്റ്റാർ തട്ടിപ്പറിക്കാതെ കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് സരിക ചേച്ചി, നമ്മുടെ കലാപം സരിക ചേച്ചി ചോദിച്ചത് കെട്ടിപ്പിടിച്ചോട്ടെ, പിന്നെ ബാക്ക് വശം കാണിച്ചു കൊടുത്തു, എന്നാ പിടിച്ചോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളാരും അങ്ങോട്ട് പോയി മാണ്ടാഞ്ഞ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുക. അതുകൊണ്ട് ആര്യന്റെ കയ്യിൽ സേഫ് ആയിട്ട് സ്റ്റാർ അവിടെ തന്നെ ഇരുന്നു. അപ്പൊ സെക്ഷനൊക്കെ ആടെ പറയുന്നത് ശ്രീപീഠത്തിന് എതിരെ കേസ് വരാതിരുന്നാൽ മതി. പിന്നെ അക്ബർദാൻ വന്നിട്ട് മുൻഷിരിഞ്ഞ് അതിലേന്ന് പറയും വെറും പാലാണ്, 2 വാഴകളാണ് സത്യം തന്നെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നു. പിന്നെ ബിൻസി സൈത്യ നിവിനെ ചെയ്യുന്നു. ഒനിയൽ വന്നിട്ട് സൈത്യ പിന്നെ തക്കാനെ ചെയ്യുന്നു. ബിന്നി സൈത്യയും മുൻഷിരഞ്ജിത്തിനെയും ചെയ്യുന്നു. പിന്നെ അഭിലാഷ് വന്നിട്ട് രേണുവിനെയും ആര്യനെയും ചെയ്യുന്നു. രേണു വെറും ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജിയിലോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റീസൺ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രേണ ഫാത്തിമ നെവിനെയും സൈത്യ സന്തോഷയും പിന്നെ മുൻഷിരഞ്ജിത്ത് വന്നിട്ട് തക്രാനെയും സൈത്യയും ചെയ്യുന്നു. പിന്നെ തക്ര വന്നിട്ട് രേണുവിനെയും ശരികയെയും ചെയ്യുന്നു. പിന്നെ ശാരിക വന്നിട്ട് രേണു സുധിയല് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് പിന്നെ പറയാം. ഇവര് ശരിക്കും പ്ലാൻ ഒക്കെ ആയിട്ടാണ് വന്നത്. നമ്മൾ ഈ ബിഗ് ബോസിലോട്ട് കയറി പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നല്ല കിണ്ണം പ്ലാനിലാണ് പോകുന്നത്. കാരണം പിന്നീട് വന്ന ഇന്റർവ്യൂസിനൊക്കെ ശാരിക രേണുവിനെ അങ്ങ് ഭയങ്കര അയ്യോ എന്റെ കൂടപ്പറപ്പെന്നുള്ള രീതിയിലാണ് പിന്നെ വന്ന സംസാരമൊക്കെ. അപ്പൊ നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നെ നിവിൻ വന്നിട്ട് അനുവിനെയും രേണുവിനെയും ചെയ്യുന്നുണ്ട്. പിന്നെ അതിലാനോറ വന്നിട്ട് ശൈത്യയിലും ആര്യനെയും ചെയ്യുന്നു. ശൈത്യ വന്നിട്ട് ബിന്നിനെയും മുൻഷീര് പിന്നെ ആരാ പിന്നെ രേണു വന്നിട്ട് അക്ബറിനെയും സൈത്യയും, ശരത്ത് വന്നിട്ട് നെവിനെയും, ഷാനവാസിനും, അക്ബർ, അനു, ശാരിക അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോമിനേഷൻ അങ്ങോട്ട് ചെയ്യുന്നു. അപ്പം
ആ അങ്ങനെ അങ്ങനെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നേക്കുന്നത് സൈത്യ, അഡ്വക്കേറ്റ് സൈത്യയാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നേക്കുന്നത്. പിന്നെ തക്രാന് 4, രേണുവിന് 4, പിന്നെ അനുവിന് 2, ആര്യൻ 3, ശരീക്ക് കലാഭവൻ സരിക 2, പിന്നെ ആരാ പറയാൻ മറന്നുപോയി, പിന്നെ മുൻഷി രഞ്ജിത്ത് 5, അങ്ങനെ അങ്ങനെ കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇത് ചെയ്യുന്നു. ഓക്കെ, അപ്പ അടി പോയപ്പാ ഇനി അടുത്താണ് എന്റെ ഗായ്സ് നമ്മളെ പ്രമോയ്ക്കതൊക്കെ കണ്ടേക്കുന്ന പോലെ വലിയൊരു അടി. അപ്പൊ നോമിനേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാവരും അവിടെ ഇവിടെ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. നോമിനേഷൻ കഴിഞ്ഞു. അപ്പൊ ദേ കിടക്കുന്ന നമ്മുടെ രേണുസുതിക്ക് തലവേദന. അമ്മാ എനിക്ക് വയ്യ, എനിക്ക് തലവേദനയാണ്, എനിക്ക് ഒരേ സമയം 2 പേർക്കാണ് ഗൈസ് അവിടെ തലവേദന പറഞ്ഞത്. ഒന്ന് രേണുസുതിക്ക്, പിന്നെ നമ്മുടെ ഷാനവാസ്, 2 പേർക്കും ഒരുപോലെ തലവേദന വന്നു. രേണുസുതി അതിന്റെ പേരിലാണ് അവിടെ അടിയും ബഹളവും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഈ തലവേദനയുടെ കാര്യം വലിയൊരു ചർച്ചയായിട്ട് വരുവാണ്. അപ്പൊ അനീഷും അബിയും കൂടെ ഈ തലവേദനയുടെ പേര് പറഞ്ഞ അഭിലാഷും അല്ല അനീഷും അബിയും കൂടെ ഒരു അടിയുടെ ഒരു സ്കോപ്പ് അവിടെ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് വരികയാണ്. അതായത് തലവേദന വന്നിട്ട് രേണു കിടക്കുക. അയ്യോ എനിക്ക് വയ്യപ്പാ, എനിക്ക് തലവേദനയാണേ, അയ്യോ ഇത് ആക്ടിങ് അല്ലേ, ഇത് ഒറിജിനലാണേ, എനിക്ക് തലവേദന സഹിക്കാൻ വയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് രേണു അവിടെ കിടക്കുന്നു. അപ്പം അബിയും അപ്പാനിശരത്തും തമ്മിലുള്ള സംസാരമാണ് ഇവിടെ. രേണുവിന് അവക്കൊരു കുരുവില്ല. അബിയൊക്കെ പറയാം, അവക്കൊരു കുരുവില്ല, അവള് ലോക ഉടായ്പാണ്, അവക്ക് തലവേദന ഒരു കോപ്പും കുറച്ചക്കറ ഒന്നുമില്ല. എന്നിട്ട് അവക്ക് ഉറങ്ങണം, അത് മാത്രമേ ഉള്ളൂ, ഉറങ്ങണം. അപ്പം നിന്റെ തലവേദന പോയോടി, എങ്ങനെയുണ്ട് നിന്റെ തലവേദന? അപ്പൊ അമ്മാ തലവേദന അമ്മോ തലവേദന സഹിക്കാൻ പറ്റുന്നില്ലേ, സഹിക്കാൻ പറ്റില്ല. അപ്പം അത് പറയുന്നത് ഇത് ഇവിടെ കള്ളത്തരമാണ്, ഇവിടെ കണ്ടാലറിയാം ഇവക്ക് ഒരു തലവേദന ഒരു കുരുവില്ല, ഇവ കുറങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്നൊക്കെ. അപ്പത്തേക്ക് നമ്മുടെ രേണു റൈസായി, അവർക്ക് ഞാൻ കള്ളത്തരം, ഞാൻ കള്ളത്തരമൊന്നും പറയത്തില്ല, ഞാൻ കള്ളത്തരമൊന്നും പറഞ്ഞില്ല, ഞാൻ സത്യമാണ് പറഞ്ഞു. അപ്പൊ അപ്പാനി ചോദിക്കുന്നു, ഇപ്പൊ നിന്റെ തലവേദന എവിടെ പോയി? നീ ഇങ്ങോട്ട് കിടന്ന് തലവേദന ഉള്ള ആളിങ്ങനെ കിടന്ന് ഞാൻ ഇങ്ങനെ കിടന്ന് പറയുന്നു, നീ പറഞ്ഞ കള്ളത്തരമാണ്, ഇപ്പൊ നിന്റെ തലവേദന ഒന്നും ഇല്ല, രേണുവിനോടാണ് ഇപ്പൊ നിന്റെ തലവേദന ഒന്നും ഇല്ല, ഇപ്പൊ അവിടെ പോയി തലവേദന നീ ചുമ്മാ നുണയില്ലേ പറഞ്ഞു. അപ്പത്തേക്ക് ഇല്ല എനിക്ക് തലവേദനയാണ് എന്റെ ഗൈസ്. അവിടെ അവൾക്ക് തലവേദന ഒരു കുന്തവും ഇല്ല, അവൾ കാണുന്നു, അവൾ ലോകം ഊഴായപ്പോ നമുക്ക് നന്നായിട്ട് അറിയാം, അവൾക്ക് ഉറങ്ങണം, എവിടെയെങ്കിലും ചടങ്ങ് കൂടി കിടക്കണം. അപ്പൊ അതിനുള്ള പരിപാടിയാണ്. പിന്നെ കുറച്ച് സ്ക്രീൻ ഫേസ് അല്ലെങ്കിൽ അവിടെ ഗെയിം ആയിരിക്കും, അവർക്ക് കുറച്ച് ഇത് കിട്ടാൻ വേണ്ടിയുള്ള ഇതായിരിക്കും. അപ്പം അങ്ങനെ അവിടെ ഒരു ഇത് കിടക്കുമ്പോൾ അതിനകത്തോട്ട് അനീഷ് കയറി വരുന്നു, ഞാനാണ് ക്യാപ്റ്റൻ, ഞാൻ. അപ്പൊ രേണു പറഞ്ഞു, ക്യാപ്റ്റൻ ഷാനവാസിന്റെ തലവേദന എനിക്കറിയത്തില്ല, പക്ഷെ രേണു എന്നോട് തലവേദനയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഷാനവാസ് ചോദിക്കുന്നു, അതെന്നിട്ട് നിങ്ങളുടെ അടുത്തല്ല ഞാൻ ഇരുന്നത്, നിങ്ങൾക്ക് എന്താ അറിഞ്ഞില്ല, ഞാൻ അപ്പൊ തലവേദന കൊണ്ട് ഇരിക്കുന്നത് അറിഞ്ഞില്ല? അതൊന്നും എനിക്കറിയത്തുമില്ല, എന്നോട് ആരും പറഞ്ഞില്ല, എന്നോട് രേണുവാണ് മെഡിക്കൽ ചോദിച്ചത്, അപ്പം അത് എമർജൻസിയാണ്. അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഒരു ആണുങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റിന് ഇടയാക്കുന്നു. അവിടെ വന്നിട്ട് അബി വന്നിട്ട് ഷാനവാസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം അക്ബർ വന്നിട്ട് ഇവൻ ഏത് ക്യാപ്റ്റൻ, ഇവനൊക്കെയാണ് ക്യാപ്റ്റൻ, ഇവനൊരു ക്യാപ്റ്റൻ ആകാനുള്ള ഒരു യോഗ്യതയില്ല. അനീഷ് പറയുന്നുണ്ട്, ഞാൻ രേണുവിനൊപ്പമാണ്, ഷാനവാസിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല, എന്നോടൊട്ട് പറഞ്ഞില്ല. ഷാനവാസിന്റെ പിന്നെ അത് പിന്നെ റിപ്പീറ്റ് ആണല്ലോ, ഷാനവാസിന്റെ കാര്യം എനിക്ക് ഒട്ടും അറിയില്ല, എന്നോട് ആരും പറഞ്ഞില്ല. അത് പിന്നെ ഒരു 2-3 റിപ്പീറ്റ് പറഞ്ഞു തന്നിട്ട് അവിടെ ചെന്നിട്ട് ബിഗ് ബോസിനോട് സ്ക്രീനൊക്കെ ആവി തൂത്തിട്ട് പറയുന്നു, ബിഗ് ബോസ് മെഡിക്കൽ വേണം, രേണുവിന് മെഡിക്കൽ വേണം. അതിന്റെ ഇടയിൽ വന്നിട്ട് ഷാനവാസ് ഇങ്ങനെ വന്നിട്ട് ചെവി ഇന്ന് കോർക്കുന്നുണ്ട് കേട്ടോ, ഇവൻ എന്ത് കുന്തമായി ബിഗ് ബോസിനോട് പറയുന്നത്. അപ്പൊ അവിടെ വീണ്ടും കൊളുത്തുന്നു. അപ്പൊ അബി വന്നിട്ട് ഇത് ഇരട്ടത്താപ്പ് നയമാണ്, ഇത് ഞങ്ങൾ സമ്മതിക്കില്ല, ഇരട്ടത്താപ്പ് നയമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പൊരിഞ്ഞാടിയാണ് നടക്കുന്നത്. പക്ഷെ എന്നാ പറയാ, അവിടെയും സ്കോർ ചെയ്യുന്നത് അനീഷാണ്. ഇതിവിടെ രേണു ഇട്ട് കൊടുത്തെങ്കിലും പക്ഷെ എല്ലാ സ്പേസും അനീഷ് യൂസ് ചെയ്യുവാണ്, ഈ മരവാഴകൾ കൊട്ടും മുളകൾ കൊട്ടും അറിയത്തുമില്ല. അങ്ങനെ അവിടെയും ഈ പുള്ളി സ്കോർ ചെയ്ത് വരുവാണ്. അപ്പൊ വന്ന് നമ്മുടെ രേണു, അയ്യോ എന്റെ തല പൊട്ടിപ്പോന്നേ, എന്റെ തല ഇപ്പൊ കോടാലി വെച്ച് ആരാണ്ട് പൊളക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേണുവിന്റെ ആക്ടിങ്. അപ്പൊ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, നിന്റെ തല പൊട്ടിപ്പോന്നെങ്കിൽ നീ പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്നിട്ട് വളാതിട്ട് അലക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. രേണു ചോദിക്കുന്നു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നാക്കുവലി ഉണർന്നു ഗൈസ്, അപ്പത്തേക്ക് നാക്കുവലി എല്ലാം ഉണർന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പം ഇന്നത്തെ ഇതിലെന്ന് പറഞ്ഞാല് രേണുവിന്റെ തലവേദന കേസോടുകൂടി ഒരു വലിയൊരു തലവേദന പ്രേക്ഷകർക്ക് വായിക്കുവാണ്. അപ്പം അടുത്ത ബിഗ് ബോസിനെ നമുക്ക് നാളെ വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ, അയ്യോ മറന്നുപോയി, ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്റെ പൊന്നെ, ഞാൻ എന്നും കിടന്ന് നിങ്ങളോട് എന്റെ പെങ്ങന്മാരെ കണ്ടിരിക്കുന്ന ആന്റിമാരെ, ചേച്ചിമാരെ, ചേട്ടന്മാരെ, അനിയന്മാരെ എല്ലാവരും ഞാനും കിടന്ന് കെഞ്ചുവാണ്, എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യണം. ഇതിനിടയ്ക്ക് ഞാനും കൂടെ ഒന്ന് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോട്ടെ. ഓക്കെ ബൈ, അപ്പൊ പിന്നെ കാണാം. ഓക്കെ, ടാറ്റാ.